ഹലോ ഫ്രണ്ട്സ്, കാറ്റത്തെ കിളിക്കൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിധിയുടെ ആഗ്രഹപ്രകാരം തന്നെ ഹരീഷും സുധീഷും കൂടെ നേരെ ഒരു ബ്രോക്കറിനെ കാണാൻ പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ സുമേഷിൻ്റെ കല്യാണം നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അയാൾ പറയുന്നുണ്ട്, നിങ്ങളല്ലേ അന്ന് പറഞ്ഞത് ഇപ്പോഴൊന്നും നോക്കണ്ടാന്ന്. അതെ, ഞങ്ങൾ അന്ന് അങ്ങനെ പറഞ്ഞു, പക്ഷേ ഇപ്പം അങ്ങനെയല്ല. നല്ലൊരു ബന്ധം വരണമെങ്കിൽ നിങ്ങളത് കണ്ട് പറയണം, നമ്മുടെ സുമേഷ് ഏട്ടന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ അയാൾ പോകും. ശരി, ഓക്കെ പറഞ്ഞ് പോവാം. പെട്രോളിന് പൈസ തരാമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സുധീഷിൻ്റെ കയ്യിലൊന്നും ഇല്ലല്ലോ. സുധീഷ് പതുക്കെ ചറുകാണ്. ഹരീഷ് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്ത് അയാളെ സന്തോഷിപ്പിച്ച് വിടുക കേട്ടോ. അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ നീതുവിൻ്റെ സഹോദരൻ അഖിൽ അതിലേ വരുന്നത്. ഇപ്പോൾ സുധീഷ് കാണിച്ചു കൊടുക്കുകയാണ്, നോക്കടാ ഹരീഷേ, ആരാ വരുന്നതെന്ന്. നിൻ്റെ അളിയനാ വരുന്നത്, നമുക്കൊന്ന് മുട്ടിയാലോ? വേണ്ടടാ, വെറുതെ എന്തിനാ പ്രശ്നം, ധൈര്യമായിട്ട് മുട്ടടാ, നീ അളിയാന്ന് വിളി. അങ്ങനെ ഹലോ അളിയാന്ന് വിളിക്കാട്ടോ. അഖിലിനങ്ങ് ദേഷ്യം വരും. എന്തടാ റോഡിൽ നിന്നോണ്ട് നീയൊക്കെ എന്നെ ചൊറിയാൻ തുടങ്ങിയില്ലേ? പിന്നെ അളിയാന്ന് വിളിക്കാതെ വേറെ എന്ത് വിളിക്കാനാ? ഏട്ടാ നിന്നെയൊക്കെ ഞാൻ നീയൊക്കെ അവളുടെ ധൈര്യത്തിലായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നതല്ലേ. നീ ഒറ്റൊരുത്തം കാരണമാണ് അവൾ പോലീസിനെ വിളിച്ചതെന്നൊക്കെ എനിക്ക് അറിയാമെന്ന് അഖിൽ പറയാം. അപ്പോൾ ഹരീഷ് പറയാം, എടാ നിൻ്റെ സ്വന്തം പെങ്ങളെ സ്വഭാവവും രീതികളൊന്നും എനിക്ക് ഇന്നേ വരെ അവളെ മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എടാ ഹരീഷേ, നീ ഒരു കാര്യം ഓർത്തോ, ഒരിക്കലും നിനക്ക് അവളെ കിട്ടാൻ പോകുന്നില്ല, നിനക്ക് അവളെ കെട്ടിച്ച് തരാനും പോകുന്നില്ല. പിന്നെ നിൻ്റെ അവതാരമാണല്ലോ എനിക്ക് അവളെ കെട്ടാൻ, സംസാരിക്കാനും മിണ്ടാനും ഒക്കെ. ഒന്ന് പോയടാണ് ഈച്ചെന്ന് പറഞ്ഞ് അവിടെ ചെറുതായിട്ടൊന്ന് തല്ല് കൂടാനായിട്ട് പോവാട്ടോ. ഹരീഷ് പിടിച്ച് മാറ്റിയിട്ട് പറയുന്നുണ്ട്, അതേ നീ കൂടുതൽ വെള്ളത്തിലെടുത്ത് ഇങ്ങോട്ട് വരല്ലേ, ഞാൻ വൃത്തിയായിട്ട് ഇടിച്ച് കേട്ടി തരും, അതുകൊണ്ട് നീ മിണ്ടാതെ പൊക്കോ. നിൻ്റെ പെങ്ങളെ ഞാൻ തന്നെ കെട്ടും, അവൾ എന്നെ അല്ലാതെ വേറെ ആരെയും കെട്ടില്ല, നമുക്ക് കാണാടാ എന്നും പറഞ്ഞ് വെല്ലു വിളിച്ചിട്ട് അവർ തിരിഞ്ഞ് പോവാട്ടോ. അങ്ങനെ അതും കേട്ടും കൊണ്ട് അഖിൽ നേരെ വീട്ടിൽ ചെല്ലാണ്. ഭയങ്കര ദേഷ്യം. അവിടെ ഭയങ്കര സ്വാതന്ത്ര്യത്തോടു കൂടി നീ ഇത് ചോറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എടി എന്താടാ നിനക്ക് തല്ലാൻ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മിണ്ടാതെ നിൽക്കുകയാണ്. തല്ലിക്കഴിഞ്ഞാൽ പോലീസിനെ വിളിക്കില്ലേ? ഞാനേ ഇപ്പോൾ ആ ഹരീഷിനെ കണ്ടിട്ടാണ് വരണത്, അവനൊക്കെ ഇവളെ കാര്യം പറഞ്ഞും കൊണ്ട് ഇപ്പം എന്നെ തല്ല് തുടങ്ങിയനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വീണ്ടും തുടങ്ങിയിട്ടോ അവിടെ. അപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, എടാ ഹരീഷേ നീ എടാ അഖിലേ നീ അകത്തേക്ക് കയറിപ്പോക്കോ, വെറുതെ അവൻ്റെ പേരും പറഞ്ഞ് ഇവിടെ സംസാരിക്കില്ല. ഇവൾ വേണമെങ്കിൽ ഇനി പോലീസിനെ വിളിച്ച് പറയും, പോലീസ് വരും, നാട്ടുകാർ ചോദിക്കും ഇവിടെ എന്താ പ്രശ്നമെന്ന്, അച്ഛനമ്മയ്ക്കെതിരെ പിന്നെ കേസ് കൊടുത്തെന്നും പറഞ്ഞും കൊണ്ടായിരിക്കും അടുത്ത്. എന്തിനാ വെറുതെ നാണക്കേട്? അതും ശരിയാ. പിന്നെ അമ്മേ എനിക്കിച്ചിരി അച്ചാർ എടുത്തുകൊണ്ട് വാ, വെള്ളം എടുത്തുകൊണ്ട് വാ എന്നൊക്കെ നീ ഇത് പറയാട്ടോ. അമ്മയ്ക്ക് അതെല്ലാം എടുത്തു കൊടുക്കാതിരിക്കാൻ പറ്റുന്നില്ല. നീ ഇത് പറയണൊക്കെ അനുസരിക്കുകയും ചെയ്യണം. എന്നിട്ട് അഖിലിനോട് വെല്ലു വിളിക്കണുണ്ട്, നിനക്ക് അടിക്കണമെന്ന് തോന്നുന്നുണ്ടോ? എടാ ഞാനിപ്പോൾ തന്നെ ഫോണിൽ പോലീസിനെ വിളിക്കുമെന്ന് പറയാം. അതും കേട്ട് അഖിൽ പേടിച്ച് പറിച്ച് പോവാണ് കേട്ടോ. പേടിയെന്ന് പറഞ്ഞാൽ പോലീസിനെ പേടിച്ചിട്ടാണ്, അല്ലാതെ നീതുവിനെ പേടിച്ചിട്ടൊന്നുമല്ല. അപ്പോൾ അവളെ വീണ്ടും കാണാൻ പോകുന്നുണ്ടല്ലോ ഞാൻ അറിഞ്ഞു, അതുകൊണ്ടാണെന്നാണ് അഖിൽ പറയുന്നത്. അപ്പം അമ്മ വീണ്ടും വഴക്ക് പറഞ്ഞിട്ടുണ്ട്, എടി നീ എന്തിനടി ആലവ്യാജ ചെറുക്കനെ കാണാൻ പോകുന്നത്? നീ ഇന്നലെ ഇന്നും ഒക്കെ പോയില്ലേ? അതെ, ഞാൻ ഇന്നലെയും കാണാൻ പോയി, ഇന്നും പോയി, ഇനി നാളെയും പോകും. എന്നും ഞാൻ ഹരീഷിനെ കാണും. ഹരീഷിനെയാണ് എനിക്കിഷ്ടം, അവനെയാണ് ഞാൻ വിവാഹം കഴിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒന്നുമില്ലല്ലോ. ഇനി അതിൻ്റെ പേരിൽ എന്നെ തല്ലാനാണെങ്കിൽ തല്ലിക്കോ, ഞാനിപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചോളാമെന്ന് പറഞ്ഞു എല്ലാവരും ഭീഷണിപ്പെടുത്തി നിർത്തുക കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഹരീഷും സുധീഷും ഒക്കെ നേരെ വീട്ടിലേക്ക് വരും കേട്ടോ. ആ സമയത്ത് അവിടെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേണ്ടി ബ്രോക്കറെ ഏൽപ്പിച്ചിരുന്നല്ലോ. ബ്രോക്കറാണെങ്കിൽ വിളിക്കുന്നുണ്ട് സുധീഷിനെ. അപ്പോൾ ഏതോ ഒരു ബന്ധം ശരിയായി വരുന്നുണ്ട്, പക്ഷേ അവർക്ക് ജാതകം വേണം, പയ്യൻ്റെ ജാതകമായിട്ട് ഒത്തു നോക്കണമെന്ന് പറയാം. അത് വന്ന് ഇവിടെ പറയുമ്പോഴാണ് നിധി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ജാതകം ഉണ്ടോ? അതറിയില്ല, എന്തായാലും സുമേഷ് ഏട്ടൻ വരട്ടെ എന്നിട്ട് ചോദിക്കാമെന്ന് സുധീഷ് പറയാം. കുറച്ച് കഴിഞ്ഞ് സുമേഷ് വരും കേട്ടോ. സുമേഷിനോട് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ട്, ജാതകമൊന്നുമില്ല, എനിക്കതിനെ പറ്റിയൊന്നും അറിയത്തില്ല, അതൊക്കെ ഇപ്പോൾ ആരാ നോക്കണം, അത് ഇതെന്നൊക്കെ ഇങ്ങനെ പറയാം. ഇപ്പോൾ എന്തിനാണ് ഇത് അന്വേഷിക്കണേ? അതൊരാവശ്യമുണ്ട്, കല്യാണം ആലോചിക്കുകയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നിധിയുടെ ഓഫീസിൽ ഒരു ആസ്ട്രോളജർ വന്നു എന്നും എല്ലാവരുടെയും മുഖം നോക്കിയും ജാതകം നോക്കിയൊക്കെ ഓരോന്നും പറഞ്ഞു. അപ്പം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടേതും കാണിച്ചാൽ ചിലപ്പം ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ പറയുമല്ലോ, അതിന് വേണ്ടിയിട്ടാണെന്ന് സുമേഷിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ കേട്ടോ. അങ്ങനെ അച്ഛനോട് ചോദിക്കാമെന്ന് പറഞ്ഞ് ഭാസ്കരനെ വിളിച്ചുകൊണ്ട് വരുവാണ് കേട്ടോ. ഭാസ്കരനോട് ചോദിക്കുന്നുണ്ട് ഇവർക്കൊക്കെ ജാതകം ഉണ്ടോയെന്ന്. അപ്പം തന്നെ ഭാസ്കരൻ പറയുന്നുണ്ട്, അതെ ഇവന്മാർക്ക് എന്തിനാ ജാതകം? ഒന്നാമത് തലവര ശരിയല്ല, ഒന്നിൻ്റെ തലവര ശരിയല്ല, ഒരിക്കലും ഒന്നും നന്നാവുമെന്ന് രക്ഷപ്പെടുമൊന്നും ഇല്ല ജാതകത്തിൽ, പിന്നെ എന്തിനാണ് ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചേക്കണത്? എഴുതിയിട്ട് വലിയ കാര്യമൊന്നും ഇല്ലയെന്നും പറഞ്ഞ് പോവാട്ടോ. അയാളെ സംസാരം കേൾക്കുമ്പോൾ ഇവർക്കൊക്കെ ചൊറിഞ്ഞു വരുന്നുണ്ട്. അവസാനം ഇവരെല്ലാവരും കൂടെ തീരുമാനിക്കുക, ഇല്ലാത്ത ജാതകം നമ്മൾ എങ്ങനെ ഉണ്ടാക്കും?
സുധീഷ് എന്നെ ഐഡിയ പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ എവിടെയെങ്കിലും ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ജാതകം എഴുതി കിട്ടുമല്ലോ, അങ്ങനെ എങ്ങാനും പോയാലോ സംസാരിച്ചാലോ എന്ന് വിചാരിക്കുകയാണ്. ശരി എന്നാൽ പിന്നെ അങ്ങനെ ആ വഴി നീങ്ങാമെന്നും പറഞ്ഞ് ഹരീഷിനെയും കൂട്ടി സുധീഷ് ഒരു ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് ചെല്ലുക കേട്ടോ. അവിടെ ചെന്നിട്ട് പറയാനുണ്ട്, നമുക്ക് ജാതകം ഇല്ല, ഒരു ജാതകം എഴുതാനാണ്. ശരി, ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും ഒക്കെ തരാൻ പറയാം കേട്ടോ. കൃത്യമായിട്ട് വിവരങ്ങളൊന്നും ഇല്ല, പിന്നെ എങ്ങനെയാണ് കൊടുക്കുക? ജനിച്ച ദിവസവും അറിയില്ല, ഡേറ്റ് അറിയാം, വർഷം അറിയാം, ബാക്കിയുള്ളതൊന്നും അറിയില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു ജാതകം ഉണ്ടാക്കണം. പിന്നെ തലേ വരെയൊക്കെ നല്ല ക്ലിയറായിട്ട് വരണം, 5 വർഷത്തിനൊക്കെ നല്ല കോടീശ്വരനാകും എന്നൊക്കെ പറഞ്ഞ് നല്ല ഒരു ജാതകം തന്നെ തരാൻ. പക്ഷേ ജോത്സ്യർ അത് സമ്മതിക്കുന്നില്ല. കള്ളം പറഞ്ഞെഴുതാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ സത്യസന്ധമായിട്ട് എന്ത് വേണമെങ്കിലും ജോത്സ്യർക്കാണെങ്കിൽ കൈക്കൂലി കൊടുത്ത് കാര്യം നേടാമെന്നാണ് സുധീഷ് വിചാരിക്കുന്നത് കേട്ടോ. അയാളത് സമ്മതിക്കുന്നില്ല. അങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. എപ്പിസോഡ് തീരാട്ടോ. ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.